ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഈ സമയം മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ഞങ്ങളെ സ്നേഹിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കാൻ, വേണ്ടവിധം ആരാധിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആവുന്നത്ര സ്വരത്തിൽ ശക്തമായിട്ടൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധിക്കുമ്പോൾ വിടുതലുകൾ ഞങ്ങളിലേക്ക് വരട്ടെ. ബന്ധനങ്ങളെല്ലാം ഞങ്ങൾ അഴിയട്ടെ. ഈശോയെ ആരാധിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ. ആത്മീയ വരങ്ങളാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. തിന്മയെ ചെറുക്കാൻ സർവ്വവിധ ആയുധങ്ങളാൽ ഞങ്ങൾ പൊതിയപ്പെടട്ടെ. ആത്മാവിൽ പൂരിതരായി, ആത്മാവിൽ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി നൽകണമേ. ആരാധിക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവേ ശക്തി നൽകണമേ. കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഈശോയെ നോക്കി കർത്താവിന് പൂർണ്ണമായ ആരാധന നമുക്ക് കൊടുക്കാം. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈശോയാണ്. മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കേണ്ട, മറ്റൊരു ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരണ്ട. വരുന്ന ചിന്തകളെല്ലാം പ്രാർത്ഥനയായിട്ട് തിരുസനിലേക്ക് കൊടുക്കുക. ഈ സമയം ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ അവിടുത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമുക്കിടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്ന ഈശോയെ ആരാധിക്കുക. മുൻപിലുള്ള വഴികൾ, ആ വഴികളിലെ തടസ്സങ്ങളിലേക്ക് നോക്കാതെ ഈ തടസ്സങ്ങളെ മാറ്റാൻ പറ്റുന്നവനെ ആരാധിക്കുക. നമ്മുടെ മുമ്പിൽ കുറവുകളിലേക്ക് നോക്കാതെ ഈ കുറവുകളെ നിറവുകളാക്കാൻ പറ്റുന്ന ഈശോയെ നോക്കുക, ഈശോയെ ആരാധിക്കുക. കർത്താവിൻ്റെ മുമ്പിലേക്ക് എല്ലാം കൊടുത്തേ. നാളിതുവരെ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും, ഈ ഒരു ദിവസം, ഈ ഒരു കഴിഞ്ഞൊരാഴ്ച, കഴിഞ്ഞൊരു മാസക്കാലമൊക്കെ ഈശോ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുക. ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. സങ്കടപ്പെടുന്നുണ്ടായിരിക്കും, ചിലർക്ക് വലിയ പ്രത്യാശ നൽകുന്ന അനുഭവങ്ങളായിരിക്കും. ഒത്തിരി അനുഭവങ്ങളുണ്ടായി. എല്ലാത്തിലും ഈശോയെ കാണാൻ പരിശ്രമിക്കുക. ഫൗസ്ത്യനാമ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? നോമ്പുകാലത്തിൻ്റെ ആരംഭത്തിൽ ഈശോ പറയാം, നിന്നെ ഞാൻ എൻ്റെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. എങ്ങനെ സഹിക്കണം എന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഈശോ ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ഒരു സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, മോനെ ഈ കടത്തെ എങ്ങനെ സഹിക്കണം, ഈ ജോലിയില്ലാത്ത അവസ്ഥയെ മോളെ എങ്ങനെ സഹിക്കണം, എങ്ങനെ അതിജീവിക്കണം പഠിപ്പിച്ചു തരുന്ന ഈശോയാണ്. ഈശോ തന്നെ നോക്ക്, നല്ലൊരു ഗുരുനാഥനാണ്. 3 വർഷം ശിഷ്യന്മാരെ പഠിപ്പിക്കുക മാത്രമല്ല, ഇപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ഗുരുനാഥൻ കൂടിയാണ്. ഈശോ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ് സഹനങ്ങളെ അതിജീവിക്കാൻ. ഈ ഒരു യുദ്ധം മുമ്പോട്ട് ചെയ്യാൻ ഈശോ തന്നെ നമ്മളെ സഹായിക്കും, പഠിപ്പിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന യുദ്ധങ്ങൾ, ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങൾ, സഹനങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്തു. ഈശോ സഹായിക്കും, പഠിപ്പിക്കും. ഈ കടത്തെ നീ എങ്ങനെ അതിജീവിക്കണം, ഈ ഒറ്റപ്പെടലിനെ എങ്ങനെ അതിജീവിക്കണം, ഈ തെറ്റിദ്ധാരണ, കളിയാക്കൽ കുഞ്ഞെ എങ്ങനെ അതിജീവിക്കണം ഈശോ പഠിപ്പിച്ചു തരും. ഈശോയുടെ സ്കൂളിൽ ചേരുക. ഫൗസ്ത്യനാമ ചേർന്ന പോലെ ഈശോയുടെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേരുക. ഈശോട് പറ, ഈശോയെ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഫൗസ്ത്യനാമ പറഞ്ഞ പോലെ ഈശോട് പറ, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. അവൻ ഈ കടത്തെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കില്ല കേട്ടോ. ഈശോയുടെ മുമ്പിലിട്ട് അത് കൊടുത്തിട്ട് പറ, കർത്താവേ ഈ കടം എൻ്റെ മുമ്പിൽ ഇത്രയും വലുതാണ്, പക്ഷെ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ യുദ്ധം അതിജീവിക്കും. ഇപ്പോൾ ഒരു വലിയ സങ്കടത്തിലാണ്, കുടുംബം മുഴുവൻ ഒരു സങ്കടത്തിൽ കൂടെ കടന്നു പോവാണ്. അതിനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇതിപ്പം തന്നെ ആരാധനയിൽ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. കർത്താവെ ഞാൻ തോറ്റു നിൽക്കുകയാണ്, നീ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, സഹായിക്കും. സങ്കീർത്തനം 108:13 കർത്താവ് തന്നെയാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ധീരമായിട്ട് പൊരുതും, മുമ്പോട്ട് നീങ്ങും. അവിടെ നിന്നാണ് നമ്മുടെ ശത്രുക്കളെ ചവിട്ടിമെത്തിക്കുന്നത്. കുടുംബാംഗങ്ങൾ ചേർന്നത് പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് ആരാധന പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം മനസ്സിലൊന്ന് കൊണ്ടുവന്ന് ഈ യുദ്ധം നിങ്ങൾ ഒരുമിച്ച് ജയിക്കണ്ടേ. കർത്താവ് സകല ആയുധവും തന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് സഹായിക്കും ഈ യുദ്ധത്തെ അതിജീവിക്കാൻ. വലതുകരൊന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. നാളിതുവരെ എത്രയോ യുദ്ധങ്ങൾ നമുക്കുണ്ടായി, ആരോടും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുണ്ട്. നാളെ പുതിയ യുദ്ധങ്ങൾ, പുതിയ സങ്കടങ്ങൾ, വേദനകളൊക്കെ വന്നേക്കാം. ആത്മധൈര്യം വേണം, വരങ്ങൾ വേണം. ഈ തിന്മയെ ചെറുക്കാൻ ആത്മീയ യുദ്ധത്തിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഭൗതിക യുദ്ധങ്ങളും കൂടി ഉണ്ടാകും. അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ എല്ലാ ആയുധങ്ങളും നമുക്ക് വേണം. ഇതുവരെ സഹായിച്ചതിന് നന്ദി പറയും. കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടി. ഈശോയെ ശക്തി തരണേ, എൻ്റെ കരങ്ങൾ തളർന്നു പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, കൂടെ ഈ കരം പിടിക്കാൻ എനിക്ക് ആരുമില്ല. പ്രാർത്ഥന ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്, കുടുംബത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പഴയ പോലെ ഒരു ആത്മീയ ജീവിതം എനിക്കിപ്പോൾ പറ്റുന്നില്ല, പഴയ പോലെ ഒരു വിശ്വാസം എനിക്കില്ല. ഒരു സങ്കടം വരുമ്പോൾ, രോഗം വരുമ്പോഴൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവാണ്. സഹായിക്കണേ എന്നൊരു പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവരും ചേർന്ന് ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ.